വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ യൂണിറ്റ് 5 സൈക്കോ അനാലിറ്റിക് അപ്രോച്ച്, അതായത് ഫ്രോയിഡിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത് ഹി ഈസ് നോൺ ടു ബി ദ ഫാദർ ഓഫ് സൈക്കോളജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് ഈസ് ഇൻ ദ ഡൈനാമിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ഫോഴ്സസ്. അതായത് നമ്മുടെ മനസ്സിലുള്ള കോൺഷ്യസ് ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള ഇൻട്രാക്ഷനിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഷേപ്പ് ചെയ്തിരിക്കുന്നതിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട്, അതായത് ഒരുപാട് സംഘർഷങ്ങളുണ്ട്, അതിൽ ഒരുപാട് ആവശ്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് ഉണ്ട്. അപ്പോൾ അത് പലതും എന്താണ് അൺകോൺഷ്യസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ പല ആവശ്യങ്ങളും നമ്മുടെ പല സംഘർഷങ്ങളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണുള്ളത്. അതും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറിയെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് ദ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, രണ്ടാമത്തത് ദ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫ്രോയിഡ് ബിലീവ് ചെയ്തിരുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് കോൺസ്റ്റൻ്റ്ലി ഷേപ്ഡ് ബൈ the interaction of conscious and unconscious forces. അപ്പോൾ അദ്ദേഹം ഈ അൺകോൺഷ്യസ് മൈൻഡിനെ എന്തായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഹി എക്സ്പ്ലോർഡ് ഇറ്റ് ആസ് ദ സെൻട്രൽ ടു ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ ഫങ്ഷനിങ്. അതായത് ഒരു മനുഷ്യൻ്റെ ബിഹേവിയറിനും അവൻ്റെ ഇമോഷണൽ ഫങ്ഷനിങ്ങിൻ്റെയും സെൻറ്ററായിട്ട് അൺകോൺഷ്യസ് മൈൻഡാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമുക്ക് ഈ ഹ്യൂമൻ മൈൻഡിനെ 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് ദ കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത്തത് ദ പ്രീ കോൺഷ്യസ്, ഇതിനെ തന്നെ സബ് കോൺഷ്യസ് എന്നും വിളിക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് ദ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഫസ്റ്റ് വൺ ദ കോൺഷ്യസ് മൈൻഡ്, അതായത് ഈ കോൺഷ്യസ് മൈൻഡിലുള്ളത് തോട്ട്സ്, മെമ്മറീസ് ആൻഡ് ഡിസയർ ദറ്റ് ആസ് കറൻ്റ്ലി അക്സസിബിൾ ടു ദി ഇൻഡിവിജ്വൽസ് അവയർനെസ്. ഇറ്റ് ഈസ് ദ ആക്റ്റീവ് പാർട്ട് ഓഫ് ദ മൈൻഡ് ഡ്യൂറിങ് ഡെയിലി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ്, മെമ്മറീസ്, ഡിസയർ ഇതൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട്, മിനിറ്റല്ല ഒരു സെക്കൻഡിൽ തന്നെ നമുക്കത് ഓർക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണെന്ന് പറയാം. ഞാൻ ചോദിക്കണം വാട്ട്സ് യുവർ നെയിം, വെർ ആർ യു കമ്മിങ് ഫ്രം. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം ഇതെല്ലാം നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ ഉള്ള കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തോട്ട്സ്, മെമ്മറീസ്, ഡിസയേഴ്സ് ഇതിനൊക്കെ നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണുള്ളത് എന്നുള്ളത് പറയാം. അടുത്തത് പ്രീ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ്. ഇതെന്ന് പറയുന്നത് ഈ കോൺഷ്യസ് മൈൻഡിൻ്റെയും അൺകോൺഷ്യസ് മൈൻഡിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെയാണ്, അതായത് ഒരു പാലം പോലെയാണ്. ഇവിടെയുള്ളത് മെമ്മറീസും എക്സ്പീരിയൻസസും എല്ലാം, പക്ഷെ അത് ആക്റ്റീവ്ലി പ്രസൻ്റ് അല്ല. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ അത് ആക്റ്റീവായിട്ട് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയം എവിടെയായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർത്ത് പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ചോ കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മുടെ പ്രീ കോൺഷ്യസ് മൈൻഡിൽ, അത് ആക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും, പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. അടുത്തത് അൺകോൺഷ്യസ് മൈൻഡ്. ഇവിടെയുള്ളത് റിപ്രസ്ഡ്, നമ്മൾ തന്നെ റിപ്രസ് ചെയ്തിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പം നമുക്ക് അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പം എഡ്യൂക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ കൊണ്ട് ഇപ്പം നമുക്ക് പല രീതിയിലുള്ള തോട്ട്സ് ഒരാളുടെ ലൈഫിൽ വന്നു പോകാം. അപ്പം ചിലതൊക്കെ നമുക്ക് തോന്നും ഇത് അപ്രോപ്രിയേറ്റ് അല്ല, ഞാൻ ഇതിനെ ഇത്തരം തോട്ട്സിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കരുതെന്ന് വിചാരിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള തോട്ട്സിനെ, ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ആവാം, പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാവാം. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, റിപ്രസ് ചെയ്യും. അതിനൊന്ന് നമ്മൾ അറിയാതെ തന്നെ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മൾ അതിനെ റിപ്രസ് ചെയ്യും. അങ്ങനെ ഈ റിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നീട് ദേ ഷേപ്പ് അവർ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ടെൻഷൻ, ആങ്സൈറ്റി, മെൻ്റൽ ഇൽനെസ്സിലേക്ക് വരെ പോകാം ഇഫ് നോട്ട് അഡ്രസ്ഡ്, അത് പ്രോപ്പർലി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ. ഇപ്പോൾ റിപ്രഷൻ എന്ന് പറയുന്നത് അതൊരു തരത്തിലൊരു ഹെൽപ്ഫുള്ളും കൂടെയാണ്, അതൊരു ഡിഫെൻസീവ് മെക്കാനിസം കൂടിയാണ്. കാരണം ഒരു ഇൻഡിവിജ്വലിനെ അവൻ്റെ ആങ്സൈറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും, കാരണം ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിനെയും ഇമോഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം കൂടെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്.
ഫ്രോയിഡിൻ്റെ തിയറിയിൽ പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണ്, അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് സെൻട്രൽ ടു അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ ആസ് ഇറ്റ് ഹോൾഡ്സ് റിപ്രസ്ഡ് ഡിസയേഴ്സ് ആൻഡ് മെമ്മറീസ്. അതായത് നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാനും, കാരണം നമ്മുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള ഡിസയേഴ്സും മെമ്മേഴ്സും എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെയും മെൻ്റൽ ഫങ്ഷനിങ്ങിനെയും ബാധിക്കുന്ന പലതുമുള്ളത് ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഒരു മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് പറയുന്നത്. ഫ്രോയിഡിൻ്റെ ദ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രോയിഡ് മൈൻഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ഐസ്ബർഗിനോടാണ്. ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കടലിന് മുകളിൽ കാണുമ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് പോലെ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഈ കോൺഷ്യസ് മൈൻഡിൽ കാണുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കോൺഷ്യസ് എന്ന് പറയുന്നത് ദ സ്മോൾ എമൗണ്ട് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റിയാണ് ദാറ്റ് വി നോ അബൌട്ട്. സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് things we could be aware of if we wanted or tried. നമ്മൾ വിളിച്ചാൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ മെമ്മറി, സ്റ്റോർഡ് നോളേജ് കാര്യങ്ങളെല്ലാം വരും. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് തിങ്സ് വി ആർ അൺഅവെയർ ഓഫ് ആൻഡ് കനോട്ട് ബിക്കം അവെയർ ഓഫ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണേ നമുക്ക് തന്നെ അറിയില്ല. നമുക്ക് ഇൻസ്റ്റൻസ് വരാം, സെക്ഷൽ ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. ഇനി ഈ അൺകോൺഷ്യസ് മൈൻഡിലെ തന്നെ ഒരു പാർട്ടാണ് ദ ഇറ്റ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി അൺകോൺഷ്യസ് മൈൻഡ്. അതിന് അതിൽ 2 ഇൻസ്റ്റൻസ് ആണുള്ളത്, ഇറോസും തനാറ്റോസും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഫിയേഴ്സ്, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെക്ഷൽ ഡിസയേഴ്സ്, വയലന്റ് മോട്ടീവ്സ്, ഇറാഷണൽ വിഷസ് കാര്യങ്ങളെല്ലാം വരാം. ഇനി ഫ്രോയിഡിൻ്റെ ജീനിയസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ യുവർ ടെക്സ്റ്റ്. ബട്ട് ഇഫ് യു വോണ്ട് ടു നോ, കേൾക്കണമെങ്കിൽ മാത്രം ഇത് കേട്ടാൽ മതി, അല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ ഇവിടെ ഫ്രോയിഡ് എങ്ങനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയെന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കിൽ ഓഫ് അനലൈസിങ് അൺകോൺഷ്യസ് മൈൻഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്. അതായത് ഒരു ദിവസം ഫ്രോയിഡ് ഇറ്റലിയിൽ വെച്ചിട്ട് ഒരു ജർമ്മൻ മാനിനെ കാണണം. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു ലാറ്റിൻ ഫ്രേസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ലാറ്റിൻ പ്രോവർബ് ഓർ സംതിങ് അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുമ്പോൾ അലിക്വസ് എന്ന് പറയുന്ന ഒരു വേർഡ് അദ്ദേഹം മിസ് ചെയ്യാണ്. അപ്പോൾ ആ വേർഡ് മിസ് ചെയ്യുമ്പോൾ ഫ്രോയിഡ് അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാണ് ദാറ്റ് നീ ആ ഫ്രേസ് പറഞ്ഞപ്പോൾ യു മിസ്ഡ് ദിസ് വേർഡ്, യു ഫോർഗോട്ട് ദിസ് വേർഡ്, അലിക്വസ് എന്ന് പറയുന്ന ഈ വേർഡ് നീ ഫോർഗോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഫ്രോയിഡ് എന്തായാലും അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും മിസ്സായിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ തോട്ട്സ് ഒക്കെ കണക്ട് ചെയ്തൊക്കെ പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഈ ജർമ്മൻ മാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് ആ വേർഡ് മിസ് ചെയ്തു എന്നുള്ളത് താങ്കൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫ്രോയിഡ് പറയും, ആ വേർഡ് റിമെമ്പർ ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലേക്ക് വരുന്ന ഒന്നും ഫിൽറ്റർ ചെയ്യാതെ റാൻഡമായിട്ട് വരുന്ന വേർഡ്സ് പറയാൻ പറയും. അപ്പോൾ അദ്ദേഹം കുറേ വേർഡ്സ് പറയും, ബ്ലഡ്, വുമൺ, കൺഫെഷൻ, സിൻ, പ്രഗ്നൻസി, റെസ്പോൺസിബിലിറ്റി, അങ്ങനെ കുറേ വേർഡ്സ് പറയും. അപ്പം ഫ്രോയിഡ് ചോദിക്കുകയാണ്, ഈ ഉത്തരങ്ങളെല്ലാം കേട്ടിട്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന് ചോദിക്കുകയാണ്, ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട്? അപ്പോൾ അദ്ദേഹം പറയും യെസ്. അപ്പോൾ പിന്നെ ഫ്രോയിഡ് ചോദിക്കും, ഹാസ് ഷീ ടോൾഡ് യു സംതിങ് ദറ്റ് വാസ് റിയലി ഷോക്കിംഗ്? അങ്ങനെ നിന്നെ ഷോക്ക് ചെയ്യുന്ന എന്തെങ്കിലും അവൾ പറഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും യെസ്, ഹൗ ഡു യു നോ ഇറ്റ്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൾ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഫ്രോയിഡ് പറയുന്ന മറുപടി ഉണ്ട്, ദാറ്റ് ഷീ ഹാസ് മിസ്ഡ് ഹർ പീരീഡ്സ്, അവൾക്ക് അവളുടെ പീരീഡ്സ് മിസ്സായി എന്നാണോ അവൾ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും അതെ, അത് തന്നെയാണ് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ്, കുറച്ച് കരച്ചിലും. അങ്ങനെ ഒരു സീനാണ്. കാരണം ഗേൾ ഫ്രണ്ട് പീരീഡ്സ് മിസ്സായി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഷീ ഈസ് പ്രഗ്നൻറ്റ്. അപ്പോൾ ദേ വർ നോട്ട് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ അത് ഇപ്പോൾ ഈ പർട്ടിക്കുലർ വേർഡ് അലിക്വിസ്, സമ്മൺ എന്നുള്ളതിൻ്റെ അർത്ഥം പോസിബിൾ ബേബി എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ ആ വേർഡ് പറഞ്ഞാൽ തനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഓർക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അറിയാതെ അൺകോൺഷ്യസ്ലി മൈൻഡ് ആ പർട്ടിക്കുലർ വേർഡിനെ എന്ത് ചെയ്യാണ്, ഒമിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാണ്. അപ്പം അത് അവിടെ സംഭവിച്ചത് എന്താണ്, റിപ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം അത് മരിച്ചത്. അപ്പം അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മിസ് ഔട്ട് ആക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില വേർഡ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ് ആ പറഞ്ഞത്. ഓക്കെ, എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ഈ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതിൽ നമുക്ക് പല ഡിസയേഴ്സ് ഉണ്ടാവും,
അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേ ആണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഇൻസ്റ്റൻസിൽ നിന്നും അതുപോലെ തന്നെ വേൾഡിൻ്റെ എക്സ്റ്റേണൽ വേൾഡിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെയും ഇടയിൽ മീഡിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇത് സെക്കൻഡറി പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത് ടു സോൾവ് പ്രോബ്ലംസ്. പിന്നെ നമ്മുടെ ഈ നീഡിനെ എങ്ങനെ റിയലിസ്റ്റിക്കലി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. പക്ഷെ ഇവിടെ ഗ്രാറ്റിഫിക്കേഷൻ, അത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന തൃപ്തിയെ ചിലപ്പോൾ അത് ഡിലേ ചെയ്യിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രോയിഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈഗോ ആൻഡ് ഇതിനെ ഒരു റൈഡർ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഹോഴ്സ് അതുമായി കമ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഹോഴ്സിനെ പോലെയാണ്. ഇപ്പോൾ ഒരു ഹോഴ്സിന് ഇഫ് ദർ ഇസ് നോ വൺ എൽസ് ടു കൺട്രോൾ ഇറ്റ്, അതിനെ കൺട്രോൾ ചെയ്യാൻ ആരില്ലെങ്കിൽ ആ ഹോഴ്സ് എന്ത് ചെയ്യും, ഒരു കുതിര എന്ത് ചെയ്യും, അതിന് തോന്നിയ പോലെ പോലെ. അപ്പം അങ്ങനെ തോന്നിയ പോലെ മനസ്സ് പോവാതെ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാതെ അതിനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയി അതിനെ ശരിയായ വേയിലൂടെ കറക്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമുക്ക് ഈഗോ എന്ന് പറയാൻ പറ്റുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മോറൽ കോമ്പണൻ്റ് ആണ്. ഇവിടെ നമ്മുടെ വാല്യൂസ്, മോറൽ, സൊസൈറ്റൽ നോംസ്, നമ്മൾ പാരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ആൻഡ് ദ വേൾഡ് അറൗണ്ട് അസ് അവിടെ നിന്ന് ലേൺ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് ഇവിടെയാണ്. ഇത് നമ്മുടെ കോൺഷ്യൻസ് ആണ്, നമ്മുടെ മനസ്സാക്ഷിയാണ്. ഇവിടെ പെർഫെക്ഷന് വേണ്ടിയാണ് നമ്മൾ സ്ട്രൈവ് ചെയ്യുന്നത് റാദർ ദാൻ പ്ലഷർ. അപ്പോൾ സൂപ്പർ ഈഗോ ആണ് ഇതിൻ്റെ ഡിസയറും അതുപോലെ തന്നെ ഈഗോൻ്റെ ഡിസിഷനും. അത് ഈഗോ ഓക്കെ നിനക്ക് ഇങ്ങനെ ഒരു ഡിസയർ ഉണ്ട്, പക്ഷെ നമുക്ക് റിയലിസ്റ്റിക്കലി എങ്ങനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് ഇത് ചെയ്യാമെന്നുള്ളതാണ് ഈഗോ നോക്കുന്നത്. പക്ഷെ അവിടെ ഒരു മോറൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചറൽ ഫാമിലിയൽ വാല്യൂസ് ഒക്കെ സൂപ്പർ ഈഗോൻ്റെ പാർട്ടാണ്. പിന്നെ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് ആ ചോയ്സ് മേക്ക് ചെയ്യുന്നത് സൂപ്പർ ഈഗോ ആണ്. പിന്നെ ഫ്രോയിഡിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സിൽ അദ്ദേഹം പറയുന്നു ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്. ഇത് ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഈഗോ എന്ത് ചെയ്യുന്നു, എങ്ങനെ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് ചെയ്യാം. സൂപ്പർ ഈഗോ അവിടെ മോറൽ റൂൾസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് കോൺഷ്യസ് മൈൻഡ്. ദെൻ പ്രീ കോൺഷ്യസ് മൈൻഡിൻ്റെ പാർട്ടാണ് ഈഗോ. അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമാണ് സൂപ്പർ ഈഗോയും ഇതെന്ന് പറയുന്നത് ബേസിക് ഇൻസ്റ്റൻസ് ആണ്. ഈഗോ ഇസ് റിയാലിറ്റി ബേസ്ഡ്, സൂപ്പർ ഈഗോ ഇസ് ദ മോറൽസ് ആൻഡ് ദ വിർച്യൂസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ്. അതായത് ഈ ഒരു യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വി ഹാവ് സീൻ ട്രേറ്റ് അപ്രോച്ച്, വി ഹാവ് സീൻ ദ സൈക്കോഅനാലിറ്റിക് അപ്രോച്ച്. ഇനി വരുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ ബേസ്ഡ് ഓർ ദ ലവ് ഫോർ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യത്വം, മനുഷ്യന് കൂടുതൽ പ്രൈമറി ഫോക്കസ് കൊടുക്കുന്ന, കൺസേൺ കൊടുക്കുന്ന ഒരു തിയറിയാണ്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി എംഫസൈസ് ചെയ്യുന്നത് ദ ഇൻഹറൻറ്റ് ഗുഡ്നെസ് ആൻഡ് ദ പോസിറ്റീവ് നേച്ചർ ഓഫ് ഹ്യൂമൻസ് ആണ്. സൈക്കോ അനാലിസിസ് അൺകോൺഷ്യസ് ഇമ്പൾസസിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി സ്ട്രെസ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് എക്സ്പീരിയൻസിനെ കുറിച്ചും നമ്മുടെ അതായത് ഹ്യൂമൻസിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഫോർ പേഴ്സണൽ ഗ്രോത്തിലും ആണ്. അപ്പോൾ ഹ്യൂമനിസ്റ്റുകൾ റിജക്ട് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ബയോളജിക്കൽ ഫോഴ്സസ് ആണ്, ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസീസ് ആണ് തുടങ്ങിയ ഐഡിയാസ് ഒക്കെ ഇവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ആർഗ്യൂ ചെയ്യുന്നത് എല്ലാ ഇൻഡിവിജ്വലിനും എന്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് ക്രിയേറ്റിവിറ്റിയിലൂടെയും സ്പോണ്ടേനിറ്റിയിലൂടെയും പേഴ്സണൽ ഡെവലപ്മെൻറ്റിലൂടെയുമാണ്. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളൊരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആസ് എ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എബ്രഹാം മാസ്ലോ ആണ്. എബ്രഹാം മാസ്ലോ ഒരു കീ ഫിഗർ ഇൻ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയർ ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യം നമ്മളിപ്പോൾ നമ്മുടെ പ്രൈമറി, ഇപ്പോൾ നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ ആയിരിക്കും. അപ്പോൾ കരിയർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താവും, പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് പിന്നെ അതായത് ഓരോ ആവശ്യവും ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറാർക്കിയിൽ തന്നെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഹയസ്റ്റ് ലെവലും ഒരാൾക്ക് അയാളുടെ പൊട്ടൻഷ്യലിൻ്റെ പീക്കിൽ എത്തി എന്നുള്ള റിയലൈസേഷനെയുമാണ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. ആസ് far as Maslow is concerned, self-actualization is the ultimate goal of personality development. ഇപ്പോൾ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് 5 തലത്തിലാണ് അദ്ദേഹം ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മോസ്റ്റ് ബേസിക് നീഡ്സ് ആണ്. ഇവിടെ വരുന്ന എന്തൊക്കെയാണ്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. ഈ നീഡ്സ്
ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള നീഡ്സിലേക്ക് നമുക്ക് പോകാനായിട്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡും വാട്ടറും ഷെൽട്ടറൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് നെക്സ്റ്റ് നീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്തത് സേഫ്റ്റി നീഡ്സ്. ഇപ്പോൾ ഈ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയാൽ പിന്നെ നമ്മൾ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ്റ്റി, സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം. തേർഡ് വൺ ഈസ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്. ഇവിടെ നമുക്ക് സേഫ്റ്റി സെക്യൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ലവ്, അഫെക്ഷൻ ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരു പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ്. നാലാമത്തതാണ് എസ്റ്റീം നീഡ്സ്, അതായത് സെൽഫ് എസ്റ്റീം നീഡ്സ്. ഇവിടെ നമ്മുടെ നീഡ് എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം, നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, ആത്മാഭിമാനം ഉണ്ടാവുക, മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് കിട്ടുക എന്നുള്ളതൊക്കെയാണ്. അഞ്ചാമത്തതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരാൾക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ, ഫുൾ ക്രിയേറ്റിവിറ്റി, ഫുൾ പേഴ്സണൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ പറ്റിയോ, റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ്. അപ്പോൾ മാസ്ലോ ഇവിടെ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത്. ഈവൻ കാറ്ററ്റിൻ്റെ ഇപ്പോൾ കാറ്റഗറി 3 കഴിഞ്ഞ പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. മാസ്ലോ അനുസരിച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഹയസ്റ്റ് ലെവൽ ഏതാണ്? അതേതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഇവിടെയാണ് ഇൻഡിവിജ്വൽ അവരുടെ പീക്ക് എക്സ്പീരിയൻസുകളും ഫുൾ പൊട്ടൻഷ്യലും മനസ്സിലാക്കുകയും റീച്ച് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സിൽ ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ് ഒക്കെ വരുന്നുണ്ട്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, പ്രോപ്പർട്ടി, ഫാമിലി ആൻഡ് സോഷ്യലബിലിറ്റി. ലവ് ആൻഡ് ബിലോങ്ങിങ്ങിൽ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഇൻറ്റിമസി, സെൻസ് ഓഫ് കണക്ഷൻ, ലവ്, അഫെക്ഷൻ ഒക്കെ വരുന്നുണ്ട്. സെൽഫ് എസ്റ്റീമിൽ കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ്, റെസ്പെക്റ്റ് ഓഫ് അതേഴ്സ്, ദ നീഡ് ടു ബി ആൻഡ് യുണീക്ക് ഇൻഡിവിജ്വൽ. സെൽഫ് ആക്ച്വലൈസേഷനിൽ വരുന്നത് മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി, സ്പോണ്ടേനിറ്റി, അക്സെപ്റ്റൻസ്, എക്സ്പീരിയൻസ്, പർപ്പസ്, മീനിങ് ആൻഡ് ഇന്നർ പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ ഇറ്റ് ബി ഗുഡ്. ഇനി എന്താണ് പീക്ക് എക്സ്പീരിയൻസ്? പീക്ക് എക്സ്പീരിയൻസ് എന്ന് മാസ്ലോ പറയുന്നത് പ്രൊഫൗണ്ട് ജോയ്, നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഹാപ്പിനെസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഫുൾഫിൽമെൻ്റ് ആണ്. ഇവിടെ നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാം? a sense of oneness with the world with a deep realization of their potential. അതായത് നമ്മൾ ഈ ലോകം കീഴടക്കിയ ഒരു സന്തോഷമൊക്കെ കിട്ടില്ല. അതിനാണ് പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റയർ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ സെൽഫ് ആക്ച്വലൈസേഷന് വളരെ എസെൻഷ്യലാണ്. മാസ്ലോൻ്റെ തിയറി എന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചർ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആണ്, ഭയങ്കര ഭയങ്കര പോസിബിൾ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ്. കാരണം ഇതിനൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ ഒന്നും ഇല്ല, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല ക്രിറ്റിക്സും പറയുന്ന ഈ തിയറി സബ്ജക്റ്റീവാണ്, നമുക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പെർട്ടിക്കുലർലി ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ അത് പല ഇൻഡിവിജ്വലും പല രീതിയിലായിരിക്കും. അപ്പോൾ ഇത്തരം ക്രിറ്റിസിസം ഉണ്ടെങ്കിലും മാസ്ലോൻ്റെ തിയറി എന്ന് പറയുന്നത് ഹ്യൂമൻ മോട്ടിവേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. ഇനി ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ രണ്ടാമത് വരുന്ന തിയറിയാണ് സെൽഫ് തിയറി ബൈ കാൾ റോജേഴ്സ്. അപ്പോൾ കാൾ റോജേഴ്സിൻ്റെ സെൽഫ് തിയറി അദ്ദേഹം ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെൽഫ് ഇൻ ഡിറ്റർമൈനിങ് ദെയർ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദെയർ എൻവയോൺമെൻറ്റ്. അതായത് ഒരു മനുഷ്യനെ അവനെ സെൽഫായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെ സെൽഫ് വെച്ച് കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ വരെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതാണെങ്കിൽ അത് മാസ്ലോൻ്റെ ആണ്, സെൽഫ് എസ്റ്റീം അദ്ദേഹത്തിൻ്റെ ലെവലാണ്. അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ സെൽഫ് തിയറിയാണ് കാൾ റോജേഴ്സിൻ്റെ, സെൽഫ് കോൺസെപ്റ്റും കാൾ റോജേഴ്സിൻ്റെ ആണെന്നുള്ളത് ഓർക്കാം. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റിൽ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ദ റോൾ ഇൻ സൈക്കോളജിക്കൽ വെൽബീയിങ് ആണ്. അപ്പോൾ റോജേഴ്സ് പ്രൊപ്പോസ് ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ദർ മസ്റ്റ് ബി കോൺഗ്രുവൻസ്. കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊരുത്തം വേണം. പൊരുത്തം എന്നുള്ളതാണ് ആ വാക്കിൻ്റെ മലയാള അർത്ഥം. സിമിലാരിറ്റി വേണം ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ സെൽഫ് കോൺസെപ്റ്റ്, their experiences and the ideal self. അതായത് നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ ഐഡിയൽ സെൽഫ്, ഇതെല്ലാം തമ്മിലൊരു പൊരുത്തം വേണം ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് എന്നുള്ളത്. ഈ ഓരോ ടേംസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കും. ഇനി ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ
സ്ട്രക്ചർ, അതായത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ആസ് എ കോൺസെപ്റ്റ്, അതിനെക്കുറിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ. അപ്പോൾ റോജേഴ്സ് പറയുന്നത് 2 ബേസിക് സിസ്റ്റംസ് ആണ് ഒരു പേഴ്സണാലിറ്റി ഉള്ളത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ദ ഓർഗാനിസം. അതിൽ 2 ബേസിക് സിസ്റ്റംസ് ആണുള്ളത്, ദ സെൽഫും ദ ഐഡിയൽ സെൽഫും. അപ്പോൾ എന്താണ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? ഓർഗാനിസം എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ ടോട്ടാലിറ്റി ഓഫ് വൺസ് എക്സ്പീരിയൻസ്. ഒരാളുടെ എക്സ്പീരിയൻസിൻ്റെ മൊത്തം ആകത്തുകയാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇതിൽ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എലമെൻറ്റ്സ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓർഗാനിസം അത് എന്ത് ചെയ്യും? അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, വേരിയസ് സിറ്റുവേഷൻസ്, ഇമോഷൻസ്, ഇവോൺസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അതിലെ ഫസ്റ്റ് ബേസിക് സിസ്റ്റമാണ് ദ സെൽഫ് എന്ന് പറയുന്നത്. സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ആണ്. ഇതിലാണ് സെൽഫ് കോൺസെപ്റ്റ് വരുന്നത്. വാട്ട് ഈസ് സെൽഫ് കോൺസെപ്റ്റ്? ദ വേ എ പേഴ്സൺ വ്യൂസ് ഓർ പെർസീവ്സ് ദംസെൽസ്. ഒരു മനുഷ്യൻ അവനെ സ്വയം, ഞാൻ എങ്ങനെയാണ് എന്നെ സ്വയം നോക്കി കാണുന്നത്, എന്നെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അതിനെ നമുക്ക് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയാം. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓവർ ടൈം ത്രൂ ഇൻട്രാക്ഷൻസ് വിത്ത് ദി എൻവയോൺമെൻറ്റ് ആൻഡ് അതേഴ്സ്, നമുക്ക് നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയും മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയും ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് സെൽഫ് കോൺസെപ്റ്റ്. രണ്ടാമത്തത് ദ ഐഡിയൽ സെൽഫ്. ദ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് ഇതും ചോദിക്കാം 2 മാർക്കിന്. ദ കൈൻഡ് ഓഫ് പേഴ്സൺ വൺ ആസ്പിയേഴ്സ് ടു ബി. നമ്മൾ ആരാവണം? ഇപ്പം എനിക്ക് ചിലപ്പോൾ ഗാന്ധിജിയെ പോലെ ആവണം എന്നായിരിക്കും ആഗ്രഹം, ചിലപ്പോൾ എനിക്ക് ബുദ്ധനെ പോലെ ആവണം എന്നായിരിക്കാം ആഗ്രഹം. അപ്പോൾ അത്തരത്തിൽ എനിക്ക് ആരാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിനെയാണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മെൻ്റൽ ഇമേജ് ഓഫ് ദ പേഴ്സൺ ആൻഡ് ഇൻഡിവിജ്വൽ ഡിസയേഴ്സ് ടു ബിക്കം. ഞാൻ ആരാവണം എന്ന് എനിക്കുള്ള ഒരു ഇമേജ്, അതിനെയാണ് നമുക്ക് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ദർ ക്യാൻ ബി സംടൈംസ് എ ഡിസ്ക്രിപ്പാൻസി, അതായത് ചിലപ്പോൾ ഇതിൽ ചില പൊരുത്തക്കേടുകൾ വരാം ബിറ്റ്വീൻ ദ റിയൽ സെൽഫ് ഓർ ദി ഓർഗാനിസം ആൻഡ് ദ ഐഡിയൽ സെൽഫ്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഞാൻ ഗാന്ധിജിയെ പോലെ ആവണം എന്നായിരിക്കാം ആഗ്രഹം, പക്ഷേ എൻ്റെ സ്വഭാവം ചിലപ്പം നാഥുറാം ഗോഡ്സെ പോലെ ആണെങ്കിൽ അവിടെ ഒരു വലിയ ഡിഫറൻസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, എത്രത്തോളം ആ ഒരു ഡിഫറൻസ് നിലനിൽക്കുന്നോ അത്രത്തോളം അത് ഒരു വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാമെന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. ഓർഗാനിസം എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് വൺസ് എക്സ്പീരിയൻസസ് ആണ്. ഇവിടെ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എലമെൻറ്റ്സ് ഉണ്ട്. സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് പാർട്ട് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് ദ കൈൻഡ് ഓഫ് എ പേഴ്സൺ വൺ ആസ്പിയേഴ്സ് ടു ബി എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി അദ്ദേഹം പറയുന്നു. ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൺ അല്ലെങ്കിൽ ഒരു ബീങ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുന്നുണ്ട്, സെൽഫിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അവിടെ ഒരു കോൺഗ്രുവൻസ് അല്ലെങ്കിൽ ഒരു ഹാർമണി അല്ലെങ്കിൽ ഒരു പൊരുത്തം ഉണ്ടാവുകയാണ് ബിറ്റ്വീൻ ദ ഓർഗാനിസം, ദ സെൽഫ് കോൺസെപ്റ്റ്, ദ ഐഡിയൽ സെൽഫ് ആൻഡ് ദി എക്സ്റ്റേണൽ റിയാലിറ്റി. ഈ ഒരു കോൺഗ്രുവൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹാർമണി എന്ന് പറയുന്നത് എന്തിനാണ് ആവശ്യമാണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ വെൽബീയിങ്ങിന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ അവിടെ ഇൻകോൺഗ്രുവൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പൊരുത്തക്കേടുണ്ട്, മിസ്മാച്ച് ഉണ്ട് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ദെയർ റിയൽ സെൽഫ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് അത് തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്, ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നു, വെൻ എ പേഴ്സൺ ഡെവലപ്സ്, ഒരു ഫാൾസ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ആണ് ഒരാൾക്ക് തന്നെക്കുറിച്ചുള്ളത്, പക്ഷേ അയാളുടെ ട്രൂ ഫീലിങ്സും എബിലിറ്റീസുമായിട്ട് അത് ഒത്തുപോകുന്നില്ലെങ്കിൽ അവിടെ ഇമോഷണൽ ടെൻഷൻ അതുണ്ടാക്കും, സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് ഒരു ഐഡിയൽ സെൽഫ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് അൺറിയലിസ്റ്റിക് ആണ്, അൺഅറ്റൈനബിൾ ആണ്, നമുക്കൊരിക്കലും അത് സാധിക്കില്ല, നമുക്കത് പറ്റുന്ന ഒന്നല്ലെങ്കിൽ അതെന്ത് സംഭവിക്കും? പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്കും പോകാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ റോജേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സെൻറ്റേർഡ് സൈക്കോ തെറാപ്പിയാണ്. അത് ഇൻഡിവിജ്വൽസിനെ ഗ്രേറ്റർ കോൺഗ്രുവൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം ബിറ്റ്വീൻ ദിയർ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ദിയർ റിയൽ സെൽഫ്, which promotes personal growth and healthy self-concept development. അപ്പോൾ തെറാപ്പിയിൽ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ്, എക്സ്റ്റേണൽ റിയാലിറ്റി ഇതൊക്കെ തമ്മിൽ ഡിസ്പാരിറ്റി ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫങ്ഷനിങ്ങും ഫെസിലിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് പേഴ്സണൽ ഗ്രോത്തിനും സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനും നമുക്ക് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കോൺസെപ്റ്റ് വേണം. അവിടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും സിമിലർ ആണ് എന്നുള്ളത്. അപ്പോൾ ഇൻകോൺഗ്രുവൻസ് ആണെങ്കിൽ ഐഡിയൽ സെൽഫും നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ളൊരു സങ്കല്പവും നമ്മുടെ റിയൽ സെൽഫും തമ്മിൽ ഓവർലാപ്പിംഗ് ആയിരിക്കില്ല. പക്ഷെ കോൺഗ്രുവൻസ് ഉണ്ടെങ്കിൽ നോട്ട് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പോലും ഒരു മോർ ദാൻ 50% ഓവർലാപ്പിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്.
ഇനി അടുത്ത ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് മെച്യൂർ പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആണ്. ഒരു മെച്യൂർ പേഴ്സണാലിറ്റിയിൽ സൈക്കോളജിക്കൽ ഗ്രോത്ത് ഉണ്ട്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ പല സൈക്കോളജിസ്റ്റുകളും ആൽപോർട്ട്, റോജേഴ്സ്, മാസ്ലോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം മെച്യൂർ പേഴ്സണാലിറ്റിയുടെ. ഒന്ന്, സെൽഫ് അവയർനെസ് വേണം. മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണ് സെൽഫ് അവയർനെസ് വേണം. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ്സുകൾ എന്താണ്, മോട്ടീവ്സ്, ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റണം. റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തത് സെൽഫ് അക്സെപ്റ്റൻസ് വേണം. അതായത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം വിത്ത് ഹൂ വി ആർ അല്ലെങ്കിൽ വിത്ത് ഹൂ ദേ ആർ. നമ്മൾ നമ്മളിൽ തന്നെ കംഫർട്ടബിൾ ആയിരിക്കണം. ലെസ് ഗിൽറ്റ് ആയിരിക്കണം. ഇന്നർ കോൺഫ്ലിക്റ്റും കുറവായിരിക്കണം. ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. ഇമോഷൻസിനെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ആവരുത്. അതുപോലെ തന്നെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. നമുക്ക് സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാതെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്നുള്ളത് നോക്കണം. ഓട്ടോണോമി വേണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അല്ലാതെ ഒരിക്കലും സോഷ്യൽ പ്രഷറിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത്. റിയലിസ്റ്റിക് പെർസെപ്ഷൻ, ആ സിറ്റുവേഷൻ, പീപ്പിൾ, പ്രോബ്ലംസ് ഒക്കെ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു ഫാൻറ്റസിയിലൊന്നും ജീവിക്കുന്ന ഒരാളാവരുത് എന്ന് പറയുന്നുണ്ട്. ഒരു സ്ട്രോങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വേണം. നമ്മളാണ് നമ്മുടെ ആക്ഷൻസിൻ്റെ, ഐ ആം ദി ഓണർ ഓഫ് മൈ ഓൺ ആക്ഷൻസ് എന്നുള്ളൊരു റിയലൈസേഷൻ വേണം. നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യണം. ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. എല്ലാവരുമായിട്ടും മീനിങ് ആയിട്ടുള്ള, വാം ആയിട്ടുള്ള, ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം. എംപതി, റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വേണം. വാട്ട് ഈസ് പർപ്പസ് ഇൻ ലൈഫ്? നമ്മുടെ ലൈഫിൽ എൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ബോധമല്ല, നല്ല രീതിയിലുള്ള ഒരു ബോധം വേണം. ക്ലിയർ ഗോൾസ് വേണം, ഡയറക്ഷൻ വേണം. സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ട് ശ്രമിക്കണം. എബിലിറ്റി ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവാം, ഫെയിലിയേഴ്സ് ഉണ്ടാവാം. അതിൽ നിന്നോടൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യപ്പെടണം. അതിൽ നിന്നൊക്കെ നമുക്കൊരു വളർച്ച ഉണ്ടാവണം. ഫീഡ്ബാക്ക്, ആരെങ്കിലും എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ക്രിറ്റിസിസം കിട്ടുന്നുണ്ടെങ്കിൽ അതിനോട് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അത് റിസീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഹെൽത്തി കോപ്പിംഗ് സ്ട്രാറ്റജീസ്. നമുക്ക് പലപ്പോഴും പല പ്രോബ്ലംസ് ആൻഡ് സിറ്റുവേഷൻസ് ലൈഫിൽ വരും. അതിനോട് ഭയങ്കര ഹെൽത്തി ആയിട്ട് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാനായിട്ടും സാധിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സൈക്കോളജിക്കൽ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സബ്ജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ദീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്ട്സ് ഓൺ ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ഓൺ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ നിന്നും അനാലിസ് ചെയ്യുന്നതാണ്. ഒന്ന് സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററീസ്. ഇപ്പോൾ ഇൻവെൻറ്ററീസ് എന്താണെന്നുള്ളതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 2 മാർക്സിന് ഇൻവെൻറ്ററീസിനെ മെൻഷൻ ചെയ്യാനായിട്ട്. ആദ്യത്തേത് MMPI, മിനോസ്റ്റ മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി. 16 PF, കാറ്റലിനെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് 16 പേഴ്സണാലിറ്റി ഫാക്ടർ. EPQ, ഐസെങ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ. NEO-PI, ബിഗ് 5, ഓഷ്യൻ മോഡൽ. ഇതൊക്കെ എന്താണെന്നുള്ളത് മറ്റു ചാപ്റ്റേഴ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ വരുന്നത് ക്വസ്റ്റ്യനെയേഴ്സ്. നമുക്ക് സ്കൂളിലും കൗൺസിലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനെയേഴ്സ്. റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. സ്കോർ ബേസ്ഡ് സ്റ്റാൻഡർഡൈസ്ഡ് റിസൾട്ട് ആണ്. പെർഫോമൻസ് ടെസ്റ്റുകളുണ്ട്. പേഴ്സണാലിറ്റി ഇൻവെൻറ്ററീസ് ഉണ്ട്. ഇതിനൊക്കെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് അത് റിവീൽ ചെയ്യുന്നത് അൺകോൺഷ്യസ് തോട്ട്സ്, മോട്ടീവ്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ആണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് റോർഷാക്ക് ഇങ്ക്ബോൾ ടെസ്റ്റ്. ഇപ്പോൾ റോർഷാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ട് ഓർക്കുക. അപ്പോൾ റോർഷാക്ക് എന്ന് പറയുന്നത് സൈക്കോളജി റിലേറ്റഡ് ആണ്. അത് കുറച്ച് പിക്ചേഴ്സ് കാണിക്കും. പിക്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ചാപ്റ്ററിൽ അതിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുകയും അപ്പോൾ ഹിഡൻ ഫീലിങ്സ് വരികയും ചെയ്യും. പിന്നെ ടാറ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതും 2 മാർക്സിന് ചോദിക്കാം, 5 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് 2 മാർക്സിന് എക്സാമ്പിൾസ് ചോദിക്കാം. അല്ലെ ഓക്കെ. ഇപ്പോൾ ടാറ്റ് എന്ന് പറയുന്നത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതിൽ ഒരു ക്രിയേറ്റ് സ്റ്റോറീസ്, ഇപ്പോൾ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ട് അതിനെക്കുറിച്ച് സ്റ്റോറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പേടികളോ ഭയമോ എന്തെങ്കിലും എക്സ്പീരിയൻസുകളോ ഡിസയർ ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ സെൻറ്റൻസ് കംപ്ലീറ്റ്. ഇപ്പോൾ ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു, അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ മൈ മദർ ഓൾവേസ് യെൽസ് അറ്റ് മീ. ഇപ്പോൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത് യെൽസ് അറ്റ് മീ, എന്നോട് നിലവിളിക്കുന്നു, ഒച്ചെടുക്കുന്നു എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഇനി ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്.
ഡ്രോയിങ് റിഫ്ലെക്ട്സ് ഇമോഷണൽ ആൻഡ് പേഴ്സണാലിറ്റി. ഇപ്പോൾ എന്തെങ്കിലും വരയ്ക്കാൻ പറയുന്നു, അപ്പോൾ അതിലൂടെ ഇതാക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബിഹേവിയറൽ ടെക്നിക്സ്, ഇപ്പോൾ പേഴ്സണാലിറ്റി നമുക്ക് ഒരാളുടെ ആക്ഷൻ ഒബ്സർവ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാം. ഡയറക്റ്റ് ഒബ്സർവേഷൻ വരാം, എങ്ങനെയാണ് ഒരു ബിഹേവിയർ ഒരു റിയൽ കൺട്രോൾഡ് സെറ്റിങ്ങിൽ വരുന്നത്. ഇൻ്റർവ്യൂസിലൂടെ വരാം, ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്, ബിഹേവിയറൽ മെത്തേഡ്സ് ഒക്കെ ഒരാളുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.